നമസ്കാരം. ദി അമേസിംഗ് റേ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ ഒരു റോഡ് അപകടത്തിൽപ്പെട്ടു എന്നിരിക്കട്ടെ. പെട്ടെന്ന് നമ്മളാകെ ആശങ്കപ്പെട്ടു പോകും അല്ലേ? ഇവരെ എങ്ങനെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോവുക? അതിനുള്ള പണം കയ്യിലുണ്ടോ? പക്ഷേ ഇത് മാറ്റുന്നതിന് വേണ്ടി ഇതിനൊരു ഉപാധിയായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്. അതായത് റോഡ് അപകടത്തിൽപ്പെട്ട ഒരാളിന് അടിയന്തര ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി 1.5 ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സ്കീമാണത്. അതായത് നമ്മൾ ഉടനെ പണം നൽകേണ്ടതില്ല. പേഷ്യൻറ്റിനെ കഴിയുന്നതും വേഗം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. അവിടെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. അതുമാത്രമല്ല, അഡ്മിറ്റ് ചെയ്ത ദിവസം മുതൽ 7 ദിവസം വരെയുള്ള ചികിത്സ ഈ 1.5 ലക്ഷം രൂപയിൽ ഉൾപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ കാര്യം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കറിയില്ല. ഈ പദ്ധതി എന്താണ്? കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി എന്ന് പറയുന്നത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റോഡ് ആക്സിഡൻറ്റ് വിക്ടിം ട്രീറ്റ്മെൻറ്റ് സ്കീമാണ്. ഇത് വരുന്നത് PM റഹാത്ത് RAHAT റോഡ് ആക്സിഡൻറ്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെൻറ്റ് സ്കീമിൻ്റെ ഉള്ളിലാണ്. അതായത് റോഡ് അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് അടിയന്തരമായി ചികിത്സ നൽകുക, അയാളുടെ ജീവൻ രക്ഷിക്കുക. 1 മണിക്കൂറിനുള്ളിൽ ഒരു അപകടം നടന്ന ആളിന് വിദഗ്ധ ചികിത്സ നൽകുകയാണെങ്കിൽ 50% അപകട മരണങ്ങളും ഇല്ലാതാക്കുവാൻ നമുക്ക് കഴിയും. മാത്രമല്ല, ഈ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് 7 ദിവസം വരെയുള്ള ചികിത്സ ഇവിടെ ക്യാഷ്ലെസ് ആയിട്ടാണ് നടത്തുന്നത്. ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക? ദരിദ്രർക്കെന്നോ ലോവർ മിഡിൽ ക്ലാസ് എന്നോ ഇൻഷുറൻസ് ഹോൾഡേഴ്സ് എന്നോ ജാതിമത ഭേദം വർഗ ഗോത്രഭേദം ഒന്നുമില്ലാതെ ഏതൊരു ഇന്ത്യക്കാരനും നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സ വൈകിക്കാതെ ജീവൻ രക്ഷിക്കുക, ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക? ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അടിയന്തരമായി അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക. ആശുപത്രി ഈ പദ്ധതിയിൽപ്പെട്ടതാണെങ്കിൽ നടപടിക്രമങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും. പൈസയില്ല എന്ന് വിചാരിച്ച് ചികിത്സ വൈകിപ്പിക്കാതിരിക്കാനാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ആശുപത്രികൾ, പോലീസ്, സർക്കാർ ഏജൻസികൾ ഇവയ്ക്കൊക്കെ ഈ സ്കീമിൽ പ്രധാന പങ്കുണ്ട്. അടിയന്തരമായി ഒരു രോഗിക്ക് ചികിത്സ കൊടുക്കുകയും അതേസമയം ആശുപത്രിക്ക് ധനനഷ്ടം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സ്കീം അല്ലെങ്കിൽ ERSS, അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 112 ആണ്. ഇത് ഡയൽ ചെയ്താൽ സജ്ജീകൃതമായ ആശുപത്രികളുടെ വിവരങ്ങൾ, ആംബുലൻസ് സർവീസിൻ്റെ ലഭ്യത ഇവയൊക്കെ ലഭിക്കും. അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. അടിയന്തരമായ ചികിത്സ നൽകി ഒരു ആളിനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഈ പദ്ധതി നമ്മളെ സഹായിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പദ്ധതി എന്നത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ എല്ലാ ചികിത്സാ ചിലവും വഹിക്കുന്ന പദ്ധതിയല്ല. ഒരപകടം നടന്നു കഴിഞ്ഞാൽ അടിയന്തരമായി ചികിത്സ ലഭിക്കുന്നതിന് നൽകുന്ന പദ്ധതിയാണിത്. അപകടം നടന്നാലുടനെ തന്നെ ആ അപകടം നടന്ന ആളിനെ അടിയന്തരമായി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, അടിയന്തരമായ ചികിത്സ നൽകുക, അയാളുടെ ജീവൻ രക്ഷിക്കുക, ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ചില സാമൂഹ്യ വിരുദ്ധ സംഘടനകളും മനുഷ്യരെ അവയവങ്ങളായി കാണുന്ന മൾട്ടി സ്റ്റാർ ഹോസ്പിറ്റലുകളും അവിടുത്തെ ഡോക്ടർമാരും അവയവ മാഫിയയും ഒന്നും ഇത്തരം സ്കീമുകളെ പ്രോത്സാഹിപ്പിക്കില്ല. അത് ജനങ്ങളിലെത്തുന്നത് തടയുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഭാരതീയർക്ക് യുവജനശക്തി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പിന് ആവശ്യമായ ഒരു ഘടകമാണ്. മാനവശക്തി എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ യുവത്വങ്ങൾ ചെറിയ മുറിവ് പറ്റിപ്പോലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് അവയവങ്ങളാക്കി പല വഴി കൊണ്ടുപോയി കോടികൾ കൊയ്യുന്ന വ്യവസായം അവസാനിപ്പിക്കണം. നമ്മൾ ഭാരതീയരാണ്. ഓരോ ഭാരതീയൻ്റെയും ജീവൻ നമുക്ക് വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി
ഇത്തരം കേന്ദ്ര സർക്കാർ പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുക. എല്ലാവരും ജാഗരൂകരായിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഒരപകടം സംഭവിച്ചാൽ എത്രയും വേഗം ചികിത്സ ലഭിക്കണം. ചികിത്സ വൈകിക്കരുത്. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ കാരണമായേക്കാം. ഇത്തരം ജനക്ഷേമ പദ്ധതികൾ നിങ്ങളിലെത്താൻ ദി അമേസിംഗ് റേ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.